ജാതിവാദത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് വളരെ വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരുടെ സ്പീക്കുകൾ കേട്ടുകൊണ്ട് നമ്മൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കും. എന്താണെന്ന് പറയുന്ന അദ്ദേഹത്തിനും അറിയില്ല, കേൾക്കുന്നത് നമുക്കും അറിയില്ല. ഈ ഹിന്ദു മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളതാണ്. അതിങ്ങനെ വഴി കൂടെ പോകുന്ന വഴിക്ക് ആരൊക്കെ ഉണ്ടോ എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ ഇങ്ങോട്ട് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഹിന്ദു മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഞാൻ കാലടി സർവകലാശാലയിലാണ് പഠിക്കുന്നത്. അപ്പം അവിടെ എടുത്ത് ശങ്കരാചാര്യരുടെ ഒരു സ്തൂപമുണ്ട്. അപ്പം അവിടെ വന്ന അയ്യപ്പന്മാർ കൂട്ടമായി വന്നുകൊണ്ട് ശങ്കരാചാര്യരുടെ പ്രതിമയിലേക്ക് പൈസ എറിയുകയും സ്വാമിയെ ശരണം അയ്യപ്പോ എന്ന് വിളിച്ച് ശങ്കരാചാര്യരെ അയ്യപ്പനും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പം അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പന്തളം ശശിയും അയ്യപ്പനും തമ്മിലുള്ള ബന്ധമൊക്കെ ഇതുപോലെ ഉണ്ടാക്കപ്പെട്ട ഒരു ബന്ധം മാത്രമാണ്. ശങ്കരാചാര്യരുമായി ഉണ്ടാക്കിയ പോലുള്ള ഒരു ചെറിയൊരു കണക്ഷൻ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും അവിടെ ഇല്ല എന്നുള്ളതാണ്. പെരുമ്പാവൂരിൻ്റെ അടുത്ത് എങ്ങനെയാണ് നമ്മുടെ പ്രാദേശിക ദൈവങ്ങളെ ഇവർ കട്ട് കൊണ്ടുപോകുന്നുള്ള കട്ട് ഉണ്ടാക്കിയത് മാത്രമാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സാധനവും അതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെരുമ്പാവൂർ കല്ലിൽ ഗുഹാക്ഷേത്രമുണ്ട്. അപ്പം ഞങ്ങൾ പോകുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ജൈന ക്ഷേത്രമാണത്. അപ്പം വർത്തമാന തീർത്ഥങ്കരൻ്റെ പ്രതിമ എങ്ങനെയുണ്ട്, നടയുടെ ഉള്ളിൽ നമുക്ക് കാണാൻ വരച്ചു വെച്ചിട്ടുണ്ട്. മേലെ ഇവരുടെ വൈഫിൻ്റെയും ഒക്കെ തന്നെ ചിത്രങ്ങളുണ്ട്. ഈ തീർത്ഥങ്കരൻ ആരാന്ന് ചോദിച്ച സമയത്ത്, ഇത് തീർത്ഥങ്കരൻ ആരാന്ന് ചോദിച്ച സമയത്ത് ആദ്യം ഇയാൾ പറയുന്നത്, ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്ന അവിടുത്തെ തന്ത്രി പറയുന്നത് ബ്രഹ്മാവാണെന്നാ. അപ്പൊ താമരയൊന്നും വേണ്ട, എന്നാലും ബ്രഹ്മാവായിട്ട് ഇവരങ്ങോട്ട് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് ഇതാണ് ബ്രഹ്മാവെന്ന്. അപ്പൊ തൊട്ട മേലെ ആരാന്ന് ചോദിച്ചു, ഇത് മഹാലക്ഷ്മിയാണെന്നാ പറയുന്നത് ഇവർ പറയുന്നത്. പിന്നെ ഞങ്ങൾ ചോദിച്ചു ഇത് തീർത്ഥങ്കരനല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇത് തീർത്ഥങ്കരനാണ്, എന്നാലും ഞങ്ങൾ ബ്രഹ്മാവായിട്ട് കരുതിയിട്ടാണ് പൂജ നടത്തുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പം ഇതുവരെ സംഘപരിവാർ ശക്തികൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടിപ്പു സുൽത്താനെ പോലുള്ളവർ വന്നുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു എന്നാണെങ്കിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചത് മറ്റാരുമല്ല, പന്തളം ശശികുമാര വർമ്മ അടക്കമുള്ള ആളുകളാണ് ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചതെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിന് ഉത്തരം പറയണം, സമാധാനം പറയണം എന്നാണ് ഞങ്ങൾ അവരോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇതിന്റെ വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരണം വിളിയാണ് ശബരിമലയിലെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ ഭാഷ പോലും മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. നാമജപ ഘോഷയാത്ര എന്നാ, ശരണം വിളി ഘോഷയാത്ര എന്നൊന്നല്ല അവർ പറയുന്നത്. എങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളത് നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഈ വിഭാഗത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴും ഇവർ വായിക്കുന്നത് ഈ ബാലരമ അമർചിത്ര കഥയിലൊക്കെ വരുന്ന അയ്യപ്പനും വാവനും കഥയൊക്കെയാണ്. ഞങ്ങൾ ദളിത് സമൂഹത്തിലെ ചെറുപ്പക്കാർ ഇപ്പം വായിക്കുന്ന നെയ്റ്റീവ്സ് ഇൻ കേരള എന്നുള്ള പുസ്തകവും നായർ മേധാവിത്വത്തിന്റെ പതനം എന്നുള്ള പുസ്തകമൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ വായിക്കുന്നത്. നിങ്ങൾ ഈ കളിക്കുടുക്കെ അമർചിത്രകഥയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് NSS അടക്കമുള്ള ആളുകൾ വളരെ കൃത്യമായിക്കൊണ്ട് സമുദായങ്ങളുടെ ചരിത്രം എടുത്ത് പഠിക്കുവാൻ വേണ്ടി തയ്യാറാവണമെന്നും സ്വയം നവോത്ഥാനത്തിന് തയ്യാറാവണമെന്നും പരിഷ്കരിക്കാൻ തയ്യാറാവണമെന്നും NSS അടക്കമുള്ള ആളുകളോട് ഞങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെയൊക്കെ വേണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ കോപ്പിയൊക്കെ അയച്ചു തരാനും ഞങ്ങൾ തയ്യാറാണ്. അതൊക്കെ മറച്ചു നോക്കിയിട്ട് ഇന്ത്യ ജനാധിപത്യ രാജ്യമായതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ എടുത്തിട്ടുള്ള മുളയുടെ കമ്പിൽ ചോറ് കൊണ്ടുപോയി തഴമ്പും വെച്ച് അവിടെ ഇരിക്കേണ്ടത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള മനസ്സ്. ഇദ്ദേഹം പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ രാജ്യത്ത് സംഘപരിവാർ ശക്തികൾ ശക്തി പ്രാപിക്കുന്നു, അതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദു മതം വളരെ മോശപ്പെട്ടൊരു മതമാണെന്നും അതിനെ കൊള്ളത്തില്ല എന്നും എങ്ങനെയെങ്കിലും വരുത്തി തീർക്കണം. അതിനു വേണ്ടിയിട്ട് കുറെ ബുക്കുകളൊക്കെ വായിച്ച് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന അറിവുകളും കുറെ പാർട്ടി ക്ലാസ്സുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഈ സ്റ്റേജിന് മുന്നിൽ ഒന്ന് പ്രസംഗിക്കുകയാണ്. ഇദ്ദേഹം പ്രസംഗിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ടും എനിക്കതിൽ ഹിന്ദു മതത്തെ അവഹേളിക്കുന്നതായിട്ട് യാതൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്നതിൽ എല്ലാം സത്യമാണ്. അത് നല്ലൊരു ഭാഗത്തൂടെ നമുക്ക് ചിന്തിക്കാം. ഇദ്ദേഹം പറയുന്നത് നോക്കൂ, ഹിന്ദുമതം എന്നതൊരു മതമല്ല, അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനുള്ളിൽ ഒന്നുമില്ല എന്നതാണ്. വഴിയിൽ കൂടെ പോകുന്ന എല്ലാത്തിനെയും കട്ടെടുത്ത് കൊണ്ടാണ് ഹിന്ദുമതം സൃഷ്ടിക്കപ്പെട്ടെന്ന് പറയുന്നത്. കട്ടെടുത്തു എന്നതിന് പകരം നമുക്ക് വഴിയിൽ പോയ എല്ലാത്തിനും സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ബസ്സുകളിലോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആൾക്കാരുടെ സ്ഥാപനങ്ങളിലോ എല്ലാ മതങ്ങളെയും ഒരുപോലെ വെച്ച് ആരാധിക്കും, എല്ലാ മതങ്ങളെയും തുല്യരായി കണക്കാക്കുകയും ചെയ്യും. എന്നാൽ മറ്റു മതങ്ങളിൽപ്പെട്ട കുറച്ചു പേരെങ്കിലും അങ്ങനെ കാണുന്നവരുണ്ടാവും. പക്ഷേ ഇദ്ദേഹം വീണ്ടും പറയുന്നത് എന്താണ്, അദ്ദേഹം കാലടി സർവകലാശാലയിലാണ് പഠിക്കുന്നത്. അവിടെ ശ്രീശങ്കരാചാര്യരുടെ ഒരു പ്രതിമയുണ്ടെന്നും ആ പ്രതിമയ്ക്ക് മുന്നിൽ ശബരിമലയിൽ പോകുന്ന ആൾക്കാർ വന്ന് നാണയം എറിഞ്ഞിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് ശ്രീശങ്കരാചാര്യരും അയ്യപ്പനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്നുള്ള രീതിയിലാണ് പോകുന്നതെന്നാണ്. ഈ പറയുന്ന ശബരിമലയ്ക്ക് പോകുന്ന നമ്മളും അയ്യപ്പനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. അയ്യപ്പനൊരു ഡയറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ദേവസ്ഥാനമായിട്ട് ആരാധിക്കുന്നു, ആരാധന കൊണ്ടുള്ള സ്നേഹം കൊണ്ട് ആ അയ്യപ്പനെ കാണാൻ പോകുന്നു. ഈ കാണുന്നവരും അയ്യപ്പനും തമ്മിൽ ബന്ധം വേണമെന്നുണ്ടോ? പോകുന്ന വഴിക്ക് ശ്രീശങ്കരാചാര്യരുടെയോ ഇനി വേറെ ഏതെങ്കിലും ദൈവങ്ങളുടെയോ ഇനി ആരെങ്കിലും സ്ഥാപിച്ച വേറെ എന്തെങ്കിലും ദൈവസങ്കല്പമുള്ള പ്രതിമകളുടെ മുന്നിൽ പണം എറിയുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്നത് ഒരു മോശം കാര്യമാണോ? ആരെയും ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. ഇതിൽ വിശ്വസിക്കാതിരിക്കുന്ന ആരുടെയും കയ്യോ കാലോ തലയോ വെട്ടുമെന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അവർ പോണ വഴിക്ക് ശ്രീശങ്കരാചാര്യരെ ആരാധിക്കുന്നു. ശ്രീശങ്കരാചാര്യർ ആരാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഗഹനമായി പഠിക്കണം. കാരണം ദിഗ്വിജയം നടത്തി ഇന്ത്യയിൽ ഹിന്ദുമതത്തെയും സനാതന ധർമ്മത്തെയും
ഊട്ടി ഉറപ്പിച്ച് നിലത്ത് കുത്തി നിർത്തിയ ആളാണ് ശ്രീ ശങ്കരാചാര്യർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതിമ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഉദ്ഘാടനം ചെയ്തത് തന്നെ. അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകാത്തത് നിങ്ങളുടെ ഉള്ളിലെ ജാതിവാദമാണ്. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ദൈവങ്ങൾ ആരോ കട്ടെടുത്തോണ്ട് പോയെന്ന്. ആരാണ് കട്ടെടുത്തോണ്ട് പോയെന്നതിനെ പറ്റി ഇദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്. ഇദ്ദേഹം പറയുന്നത് പന്തളം ശശികുമാര വർമ്മയെ പോലുള്ള ആൾക്കാരാണ് കട്ടെടുത്തോണ്ട് പോയെന്ന്. പന്തളം ശശികുമാര വർമ്മയെ പോലുള്ള ആൾക്കാരോ പന്തളം ശശികുമാര വർമ്മയോ എങ്ങനെയാണ് കട്ടെടുത്തതെന്നാണ് എനിക്കറിയാത്തത്. ഇങ്ങനെ പല ജാതിവാദങ്ങൾ പറഞ്ഞ് വിഘടിച്ച് നിന്നിരുന്നത് കൊണ്ടാണ് വളരെ വലിയ ജനോസൈഡുകൾ ഈ മതം നേരിട്ടത്. ഇതൊരു മതമല്ല, ഇതൊരു സംസ്കാരമാണ്, അല്ലെങ്കിൽ ഈ മണ്ണിന്റെ ആത്മാവാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരുപാട് പേർ പല പല ദൈവങ്ങൾ ആരാധിക്കുന്നവരുണ്ട്. ലക്ഷക്കണക്കിന് ദൈവങ്ങൾ ആരാധിക്കുന്നവരുണ്ട്. കാടിനെയും മലയെയും പുഴയെയും സൂര്യനെയും ചന്ദ്രനെയും വരെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാർ ഇതിനെയൊക്കെ ആരാധിക്കുന്നുണ്ടെങ്കിലും എന്റേത് മാത്രമാണ് ശരി, നിന്റേത് തെറ്റാണ്, നീ എന്ത് ദൈവത്തെ ആരാധിക്കുന്നത്, നിന്റെ വിശ്വാസങ്ങളും നിന്റെ ക്രിയകളും എല്ലാം തെറ്റാണെന്ന് ആരും ആരോടും പറയാറില്ല. നീ ഇങ്ങനെയാണോ ദൈവത്തെ ആരാധിക്കുന്നത്, അത് കൊള്ളാലോ, എന്നാ ആ ദൈവം കൊള്ളാമല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ദൈവത്തിനെ കൂടെ ആരാധിക്കുന്ന ഒരു മനസ്സുള്ളവരാണ് ഹിന്ദുമത വിശ്വാസികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാന ആവശ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പുസ്തകങ്ങൾ വായിക്കണമെന്നാണ്, ഭരണഘടനയുടെ കോപ്പികൾ തരാമെന്നാണ്. ഞാൻ ഇദ്ദേഹത്തോട് പറയുന്നത്, താങ്കൾ ഭരണഘടന ഒന്ന് എടുത്തു വെച്ചിട്ട് വെറുതെ ഈണത്തിൽ പാടിപ്പോകാതെ അത് കൃത്യമായിട്ട് വായിച്ചു നോക്കണം. അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഈ രാജ്യത്ത് മുസ്ലിമും ക്രിസ്ത്യാനിയും ഒഴികെ ബാക്കിയുള്ള എല്ലാ വിഭാഗങ്ങളും ഹിന്ദുമതം എന്ന ഒറ്റ ടാഗ് ലൈനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതിന്റെ ഒരു വ്യാപ്തിയും വിശാലതയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനുള്ളിൽ ജാതീയമായ ഭ്രഷ്ടുകൾ, ജാതിയല്ല ജാതീയ ഭ്രഷ്ടുകളാണ് ഈ മതത്തിന് തിരിച്ചടിയായിട്ടുള്ളത്. പക്ഷേ ഈ മതത്തിന് മാത്രമാണോ? എല്ലാ മതങ്ങളിലും അടങ്ങിയിരിക്കുന്ന ക്രൂരമായ ജാതി ചിന്തകൾ ഇന്ന് നിലനിൽപ്പുണ്ട്. ഒസാനായും തങ്ങളായും മുജാഹിദായും സുന്നിയായും ഷിയയായും എല്ലാം മുസ്ലിങ്ങളിലും, ഓർത്തഡോക്സ് ആയും ജ്ഞാനായായും റോമൻ കത്തലിക്ക്, അങ്ങനെ പല വിഭാഗങ്ങളിലായി ക്രിസ്ത്യൻ മതങ്ങളും ജാതീയപരമായി വിഘടിച്ച് നിൽക്കുന്നു. പക്ഷേ അതൊന്നും നിലവിൽ നിങ്ങളാരും ചർച്ച ചെയ്യുന്നില്ല. അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചർച്ച ചെയ്യുന്നത് മോശമാണ്. ഈ കാലഘട്ടത്തിൽ ഇനിയും ജാതിയെപ്പറ്റി ചർച്ച ചെയ്യാൻ താങ്കൾ അത്തരം ബുക്കുകൾ, അനാവശ്യമായിട്ടുള്ള ബുക്കുകൾ വലിച്ചെറിഞ്ഞിട്ട് വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കാമെന്നും ആധുനികതയിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നും നമ്മൾ കൃത്യമായി പഠിക്കുക. പക്ഷേ നമ്മൾ നമ്മുടെ ചരിത്രത്തിലും വന്ന് തലമുറകളിലും കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലും നടന്ന യഥാർത്ഥ കാര്യങ്ങളും അതിൽ കളയേണ്ടവയെ കളഞ്ഞ് നല്ലതിനെല്ലാം സ്വീകരിക്കാനുള്ള മനസ്സുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചന്ദ്രയാൻ നടത്തുന്നതും ഗഗൻയാൻ നടത്തുന്നതും ഒപ്പം തന്നെ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുന്നതും ഇതിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു നമ്മുടെ പൈതൃകം വീണ്ടെടുക്കാൻ നിൽക്കുന്നത്. എത്ര ഉയരങ്ങളിലേക്ക് മരങ്ങൾ വളർന്നാലും അവയുടെ വേരുകൾ അത്രയും ആഴത്തിൽ നിന്നാലേ ആ മരത്തിന് നിലനിൽപ്പുണ്ടാവുള്ളൂ എന്ന് മാത്രം നിങ്ങളെ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.